വിസു വ്ളോഗേഴ്സിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് ട്രിപ്പൊന്നുമല്ല. ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മളൊരു വണ്ടി ഇറക്കില്ല, റാംബോ മാർക്കോ പോളോ 24 സീറ്റ്. പുള്ളിക്കാരൻ പണിക്ക് കിടക്കണം. അപ്പോൾ പുള്ളിക്കാരനെ നമുക്കൊന്ന് കാണാൻ പോയിട്ട് വരാം. പണിയൊക്കെ എന്തായി, ഏതുവരെ ആയി, എന്നിറങ്ങും എന്നുള്ളതെല്ലാം നമുക്ക് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. പിന്നെ ഇപ്പോൾ കൊറ്റാമത്താണ് ഇരിക്കുന്നത്. കുറേ കാലമായിട്ട് കാണാതിരുന്ന ആ ഒരു ആളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ, നമ്മളെ ഗ്യാങ്ങിലുള്ളതിൽ, നമ്മളെ വലുത് 49 സീറ്റ് ഭാഷയെ കാണിച്ചു തരാം. നിങ്ങൾ കുറേ കാലമായിട്ട് കാണാൻ കാത്തിരുന്ന ഒരാളുണ്ടല്ലോ, ചേട്ടാ എവിടെ ചേട്ടാ നിങ്ങളാ ഭാഷ എന്ന് ചോദിക്കുമല്ലോ, ആ ഭാഷയാണ് ഇതാ കിടക്കുന്ന ഭാഷയെ അങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാണുള്ളൂ. ട്രിപ്പൊന്നും കൂടെ കയറി പോകാത്തത് കൊണ്ടാണ് വ്ളോഗ് എടുക്കാനൊന്നും പറ്റാതിരുന്നത്. അപ്പം ഭാഷ ഇന്ന് ഒരു സ്കൂളിൽ നിന്ന് എന്തോ ഇവിടെ പ്ലാനറ്റോറിയം കാണാനായിട്ട് ഒരു ട്രിപ്പ് പോയിട്ട് വന്നിട്ട് കിടക്കുകയാണ്. അനന്തു, ഭാഷ, പമ്പ, പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, പേര് മറന്നുപോയി. അവരെല്ലാവരും കൂടെ പോയിട്ട് വന്നതാണ്. 3-4 വണ്ടിക്കാരായിട്ട്. ഇതാ കണ്ണൻചേട്ടൻ ഓട്ടം കഴിഞ്ഞ് കണ്ണൻചേട്ടൻ എന്തോ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആരെങ്കിലും വന്നിട്ട്. നമുക്ക് നല്ലോണം അകത്ത് പണിയായിട്ടിരിക്കുന്നത്. ഷർട്ടൊന്നുമില്ല, ഇനിയിപ്പോൾ ചീത്ത വിളിക്കും. ചേട്ടന്മാർ ഓണർ വായിക്കുകയാണ്. ഇത് നമ്മളെ നാട്ടിലെ MLA കണ്ണനും കൂടെ കയറി വന്ന് കണ്ണാ പാർട്ടി പരമായിട്ട് എങ്ങനെ പോകുന്നു? തിരക്കേടില്ല. അപ്പോൾ ഗായ്സ് ഫുൾ അഴുക്കല്ല ചവറാണ്. അപ്പം നമ്മളെ പയ്യൻ കുനിങ്ങി കിടന്ന് തൂത്തോണ്ടിരിക്കുകയാണ്. ഇതുണ്ട് ബാക്ക് മാത്രമേ കാണുള്ളൂ, ആ ബാക്കും പോയല്ലേ. അപ്പൊ ഗായ്സ് പയ്യെ ഞാൻ കട്ട് ചെയ്ത് ഇറങ്ങിയ ജട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ ഗായ്സ്. നമ്മളെ ഭാഷ ഒരു പുതിയ സീറ്റ് കവറൊക്കെ ഇട്ട് കേട്ടാ, പുതിയ ഭയങ്കര മാച്ചിങ് ആയിട്ടുള്ള സീറ്റ് കവറൊക്കെ ഇട്ട്. ഹായ് പറല്ലല്ലോ എന്നാ ഇത് നാട്ടുകാര് കാണുമല്ലോ ഇതെല്ലാം. അപ്പൊ ഗായ്സ് നമ്മളെ പമ്പിലുള്ള ഒരു വണ്ടിയാണ് ദേവൂട്ടി. നമ്മളെവിടത്തെ വണ്ടിയാണ്, നോക്കലൊക്കെ ഇട്ടാണ് വന്നത്. പിന്നെ നമ്മളെ ചെറുക്കൻ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഞാനും ഇന്ന് എന്നെ കാണണം ചെറുക്കനെ, അങ്ങനെ കാണാൻ കിട്ടാറില്ല. സീറ്റ് കവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ചെല്ലുവണ്ണ ഇതാരുടെ ഡിസൈനാണ്? ചെല്ലുവണ്ണോ ഇതാരുടെ ഡിസൈന്? അപ്പോൾ നമ്മളെ കണ്ണൻചേട്ടൻ്റെ ഡിസൈനാണ്. യെല്ലോ ബ്ലാക്ക് കോംബോ, വിസോഫ്റ്റിൻ്റെ ലോഗോ നടുക്ക്, പൊളിയാട്ടാ. അപ്പോൾ ഗായ്സ് വല്ലപ്പോഴേ നമ്മളെ ഭാഷ കൂട്ടനെ കിട്ടാറുള്ളൂ. ഞാനേ കാണുന്ന വല്ലപ്പോഴുമാണ്. പമ്പിലുണ്ട്, എല്ലാ ദിവസവും പമ്പിലുണ്ട് വണ്ടി. പക്ഷേ ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് വീട്ടിലില്ലല്ലോ. ഞാൻ വല്ലപ്പോഴല്ലേ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങും ഗായ്സ്. നമ്മൾ ഓട്ടം ഉള്ളപ്പോൾ നമ്മൾ ഓട്ടം പോകും, ഞാനും ചിത്തുമായിട്ട് എൻ്റെ മലാക്കിൽ. അപ്പം വല്ലപ്പോഴൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ കിടന്നുറങ്ങും. നമ്മളിങ്ങോട്ട് വരേണ്ട സാഹചര്യം കിട്ടി, നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്ന സാഹചര്യത്തിൽ ചെറുക്കൻ ഇവിടെ കാണില്ല, ചെറുക്കനെ കാണാൻ പറ്റൂല. അപ്പം നമുക്ക് ഇന്ന് നമ്മളെ റാംബോനെ പോയി കണ്ടിട്ട് വരാം. നമ്മളെ റാംബോ ഇത് ജനുവരി മാസമാണ്. ഈ ജനുവരി ലാസ്റ്റ് എങ്കിലും എനിക്ക് ഇറക്കി അതിനെ ഓട്ടിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കക്കടിയിലാവും. അപ്പം അതുകൊണ്ട് നമുക്ക് വണ്ടി പണി എന്തായെന്ന് പോയി നോക്കി പണി കഴിഞ്ഞ് നേരെ പെയിൻ്റ് അടിച്ച് സെറ്റ് വർക്ക് ചെയ്ത് ലൈറ്റ് വർക്ക് ചെയ്ത് ജനുവരി ലാസ്റ്റ് ഓട്ടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജനുവരി ലാസ്റ്റ് ഓട്ടിക്കാൻ പറ്റുമായിരിക്കും ഗൈസ്. അപ്പം എല്ലോണാ നമ്മൾ പോയിട്ട് വരാം ഇതെല്ലാം വൃത്തിയാക്കി പോയി കേട്ടാ. ദോശ വാച്ചേരാ. അപ്പോൾ ഗൈസ് നമുക്ക് കണ്ണൻചേട്ടനെ കൂടെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം. കാണുന്ന മുമ്പേ നമ്മൾ ഇതൊക്കെ വണ്ടിയിൽ പുതിയ സെറ്റപ്പൊക്കെ ചെയ്ത് നമ്മളെ ചേർക്കാൻ ഭാഷയല്ലേ, അപ്പം ഭാഷയുടെ കുറേ സ്റ്റിക്കറൊക്കെ ചെയ്ത് മാണിക് ഭാഷ അല്ലേ കബാലി, പിന്നെ ഓട്ടോക്കാരൻ. വൺ സെറ്റപ്പ് ഊൻ്റെ ഉമ്മച്ചി ഇടില്ല. ഇപ്പം ഇത് നേരത്തെ ഇല്ലായിരുന്നു കേട്ടോ ഈ സംഭവം. ഇത് നമ്മൾ തരംഗത്തിൽ പെൻഡിങ് ഇട്ടിരുന്ന വർക്കായിരുന്നു. ഇപ്പം തരംഗം ഇത് ചെയ്ത് തന്നു. അപ്പോൾ തരംഗത്തിൻ്റെ ഏകദേശം ഫുൾ വർക്ക് ഇതിലായിട്ടുണ്ട്. നമ്മളെ കിടിലൻ ക്യാബിൻ നമുക്ക് കാണാം. നമ്മളെ കിടിലൻ ക്യാബിനാണ്. ഈ അസ്ഥികൂടത്തിൻ്റെ ഇത് മാറ്റി വേറെ സെറ്റപ്പ് ഏതെങ്കിലും സാധനം ആക്കണം. അപ്പോൾ നമുക്ക് നേരെ വണ്ടി കാണാൻ പോവാം. ലിയോയിലാണ് വന്നത്. ലിയോ കണ്ണൻചേട്ടൻ എടുക്കണേ. കണ്ണൻചേട്ടാ പണിയൊക്കെ നാളായി വിജിന്റെ വ്ളോഗിൽ കയറിയിട്ട് ഒരുപാട് ദിവസമായി. എല്ലാവരും അന്വേഷിക്കണേ കണ്ണൻചേട്ടൻ എവിടെയെന്ന് അന്വേഷിക്കണേ. നിങ്ങൾക്ക് ഫാൻസ് ഉണ്ട് നമ്മളെ ഏതിൽ വ്ളോഗിനകത്ത് കൂടിയാണ് കുഴപ്പമായത്. എന്തോ ഓട്ടങ്ങളിപ്പോ കുറഞ്ഞു ഫാൻസ് കാരണം. കുഴപ്പമില്ല, നമുക്ക് ഭാഷ ഓടിയില്ലെങ്കിൽ മലാക്ക് ഓടിക്കാം. അങ്ങനെയല്ല, അല്ലെങ്കിൽ നിന്റെ അണ്ണൻ പറയാറുണ്ട് ഭാഷ ഓടിയല്ല CC അടക്കണത് മലാക്ക് ഓടിയാണെന്ന്. എന്നിട്ട് നേരെ തിരിച്ച് പറഞ്ഞ ഭാഷ ഓടിയാണ് മലാക്ക് അടക്കണേന്നാണ് പറഞ്ഞത്.
പറയാൻ പറ്റില്ല. ചില മാസം ഭാഷ സഹായിക്കും. ലാല് ഉള്ളതുകൊണ്ടാണ് ടയർ അടക്കണതും പിന്നെ CC അടക്കണതും പൈസ റോൾ ചെയ്ത്. അങ്ങനെ ഇനി നമുക്ക് നേരെ പോയി റാംബോനെ കാണാം. കാരണം റാംബോ എന്തായിരിക്കും പണി? റാംബോ പണി സെറ്റായി കിടക്കുന്നു. പ്ലാറ്റ്ഫോം ഒക്കെ ആയാ പെട്ടെന്ന് പോയി പൈസ കൊടുക്കണത് എന്ത് ചെയ്യാനാ? പൈസയൊക്കെ പണം വേണം. വണ്ടി ഫീൽഡ് മുന്നോട്ട് പോകണം. പവറും വേണം. എങ്ങനെയുണ്ട് മീശ? കട്ടില്ലേ? ഒരുപാട് നാളായി വിജിന്റെ വ്ളോഗിൽ കയറി. അതാണ് മെയിൻ ആയിട്ട് സംസാരിച്ചത്. ഇങ്ങനെ ഒരുപാട് കാലമായി. ഓട്ടം പോയിട്ട് വന്നോണ്ട് ക്ഷീണിച്ചൊരുമായിരിക്കുന്നു. മുടിയാക്കാണ്ട് ഒരുമായിരിക്കുന്നു. നാളെ ട്രിപ്പ് ഉണ്ടോ? നാളെ ട്രിപ്പ് ഇല്ല, മറ്റന്നാ ട്രിപ്പ് ഉണ്ട്. ട്രിനിറ്റി പോണം. ട്രിപ്പ് ഇടണം. പനിയാണെന്ന് തോന്നുന്നു. ഓഹോ അടാ ഇല്ലേ എന്ന് ട്രിപ്പ് ഇനി ട്രിപ്പ് വന്നിട്ട് ഡേറ്റ് തോന്നെ ഇന്ന് എത്ര 5 എനിക്ക് 9-ാം തീയതി ട്രിപ്പ് ഉണ്ട്. 9-ാം തീയതി പോയി ഞാൻ 15-ാം തീയതി വരും. ദാണ്ടേലി, കൂർഗ്, മൈസൂർ, ദാണ്ടേലി. നമുക്ക് പോകുന്ന വഴിക്ക് ഒരാളെ കൂടെ കാണാനുണ്ട്. ഒരു കൂട്ടുകാരൻ, നമ്മളെ എല്ലാമായ ദേവാനന്ദിന്റെ അമരക്കാരൻ. അവനെ കാണാൻ വേണ്ടി നമ്മളിതാ പോകുന്നു. കേസ് ദേവാനന്ദ വണ്ടിയും കാണാം. എല്ലാവരും ഈ തിരുവനന്തപുരത്ത് സുന്ദരിയെ കണ്ടിട്ടുണ്ട്. ഏ സുന്ദരി? ഈ വാസുകി. വാസുകിയുടെ ഓണറെ കണ്ടിട്ടുണ്ടാരെങ്കിലും? കണ്ടിട്ടില്ല. ഈ തൊപ്പി വെച്ചാറുണ്ട്. ഓക്കെയാണ്. വിളിച്ചു കിടക്കാണ് പയ്യൻ. 50 വയസ്സായി. ഇന്നും 25 വയസ്സിന്റെ ലുക്കേ ഉള്ളൂ. അതെ. സദ്ദൂർ ഡാഡി എന്ന് പറയല്ലേ, പേര് മാറ്റിയിട്ട്. അണ്ണാ പണിയൊക്കെ എന്തായി? നടന്നുകൊണ്ടിരിക്കുന്നു. 4 വീലില് ഇനി ഏത് വീലും കൂടെ ഉണ്ട്? ഒരു വീലും കൂടെ തന്നെ. രാവിലെ വന്നതല്ലേ? സെറ്റ്. നിങ്ങളെ ഡ്രൈവർ എവിടാ? വയറിളക്കോ? സ്പെഷ്യൽ മാനാണ് അവൻ നമ്മളാ. അവനെ കാണാ, വണ്ടിയും അവനെ കാണാനാണ് വന്ന. അവനെ സുന്ദരി എന്ന് വിളിച്ചുകൂടാ, അവനെ വിഷ്ണു എന്ന് തന്നെ വിളിക്കണം. അതാണ് അവൻ ഇഷ്ടം. ഈ ഫ്രണ്ട് വീലും കൂടെ ചെയ്ത് തന്നെ ലാൻഡ് റൈഡ് ഫുള്ളായിട്ട് കഴിയും. ഇപ്പൊ വാസുകി നല്ല വെട്ടത്തെ നല്ല വെളിച്ചത്തോടെ കിടക്കുകയാണ്. സുന്ദരി എവിടെ പോയി? എന്തായാലും സുന്ദരി ഞാൻ വ്ളോഗ് എടുക്കണമെന്നുണ്ട്. അവ ഓടിക്കണം. അവൻ ഇങ്ങനെയൊക്കെ വരാൻ അവന് നാളൊക്കെയാണ്. അങ്ങനെ നമ്മൾ വാസുകിനെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ റാംബോ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി എന്തായാലും നോക്കാനാണ് നമ്മൾ വന്നത്. കൊമ്പൊക്കെ കയറ്റി, സഡോൻ്റെ കൊമ്പാണ്. അകത്ത് ബാക്കൊക്കെ പൊളിച്ചിട്ടൊക്കെയാണ്. വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റാംബോ ഫുള്ള് പൊളിച്ച് ഇറക്കിയിട്ടൊക്കെയാണ്. ബാക്കെല്ലാം പൊളിച്ചിട്ടൊക്കെയാണ്. ബാക്ക് കട്ട് ചെയ്ത് മാറ്റി ബാക്ക് അസ്ത്രയാണ് കയറ്റണം. അസ്ത്രയാണ് നമ്മളെ മറ്റേ ഇന്നോവയിലൊക്കെ പറഞ്ഞ ആ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അകത്ത് നമ്മളെ ബസ്സിലൊക്കെ ഉള്ള പോലെ സെൻറ്റർ കുഴിച്ച് സീറ്റ് ശകലം മേളിൽ കയറ്റി അങ്ങനെയാണ് ചെയ്യണം. അപ്പം സെൻറ്ററൊക്കെ അത് കണക്കായി കുഴിച്ച് ഇനി ഇതിൻ്റെ പുറത്ത് പ്ലാറ്റ്ഫോമൊക്കെ ഇട്ട് പണികൾ ഒരുപാട് കിടക്കണം. ഒരുപാട് ഡിക്കി ഉണ്ട്. ഡിക്കി നല്ല വലിയ ഡിക്കിയാണ്. ഏകദേശം ഇതിൽ പറഞ്ഞാൽ 24 സീറ്റിൻ്റെ ഫുൾ ലഗേജ് നല്ല രീതിയിൽ കയറാൻ കണക്കിനുള്ള ഡിക്കിയാണ് ചെയ്യണം വണ്ടിയിൽ. അതുകൊണ്ട് നമുക്ക് ലഗേജ് സ്പേസ് അത്ര ഉള്ളതുകൊണ്ട് അതിനൊരു കുറവും ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ അസ്ത്രവെട്ട് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. ഇവിടുത്തെ അസ്ത്രവെട്ടെന്ന് പറയുന്നത് നല്ല ഉരുട്ടിയെടുക്കും. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല ബസ്സിൻ്റെ ബാക്ക് നിൽക്കുമ്പോൾ തന്നെ ഉരുട്ടി നല്ല വൃത്തിക്ക് ചെയ്ത് തരും അവർ. അതാണ് മെയിനായിട്ടുള്ള കാര്യം ഇവിടെ. പിന്നെ ഫ്രണ്ട് നമ്മൾ സെഡോൻ്റെ തന്നെ കൊമ്പ്, ഞാൻ നേരത്തെ വന്നപ്പോൾ പറഞ്ഞില്ലേ, സെഡോൻ്റെ കൊമ്പ് തന്നെ. പിന്നെ ലിപ്പ് കാര്യങ്ങളൊക്കെ വരും. അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം. ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഇത് ഇത്രയാണ്. അപ്പോൾ ഗായ്സ്, നമ്മളെ വണ്ടി ഇനി ഫുൾ പണി കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് വേറൊരു വണ്ടിയുടെ ബാക്കാണ് ഇവിടെ എടുത്തിട്ടേക്കുന്നത്. ഗായ്സ്, നമ്മളിവിടെയാണ് പണിയണ ഏഞ്ചൽ മോട്ടോഴ്സ്.